ജനപ്രിയ നായകൻ ദിലീപ് വീണ്ടും കുടുങ്ങാൻ പോകുന്നു. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നീണ്ട നാളത്തെ ജയിൽവാസത്തിന് ശേഷവും വിചാരണയ്ക്ക് ശേഷവും ആശ്വാസകരമായി ജീവിക്കുന്നതിന് പിന്നാലെയാണ് ഒന്നാം സാക്ഷിയും ഏറ്റവും പ്രഗത്ഭമായ ദൃക്സാക്ഷിയുമായ ബാലചന്ദ്രകുമാറിന്റെ മരണത്തെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി അംഗീകരിക്കുന്നത്. എതിർപക്ഷത്തുള്ള ടീം കൊടുത്ത ഹർജിയിന്മേലാണ് കോടതിയുടെ ഈ തീരുമാനം. നീണ്ട നാളത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ബാലചന്ദ്രകുമാർ മരിക്കുന്നത്. അദ്ദേഹത്തിന് കടുത്ത ലിവർ സിറോസിസ് എന്ന അസുഖബാധിതനായി ഒരുപാട് നാൾ ആശുപത്രി കിടക്കയിലായിരുന്നു. ദിലീപ് ജയിലിലായതോടു കൂടിയാണ് അദ്ദേഹം രോഗാവസ്ഥയിൽ ആശുപത്രിയിലെത്തുന്നത്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച് വീട്ടിൽ എത്തിയിരുന്നു. അതിനുശേഷം ഒരുപാട് വ്യക്തികൾ കൂറുമാറി കഴിഞ്ഞതിന് ശേഷമാണ് ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യം വീണ്ടും വഷളാകാൻ തുടങ്ങിയത്. ആശുപത്രിയിൽ ചെന്നു മരുന്ന് കഴിച്ചു, തുടർ ചികിത്സകളെല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു അസുഖം ഭേദമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ വളരെ പെട്ടെന്നാണ് ബാലചന്ദ്രകുമാർ മരണപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് പിന്നീട് പുറം ലോകം അറിയുന്നത്. അന്നത്തെ പോലീസ് മേധാവി ബാലചന്ദ്രകുമാറിന്റെ ഓപ്പറേഷൻ നടത്തിയ വ്യക്തിയായ ഡോക്ടറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഡോക്ടറെ നിരുപാധികം വിട്ടയക്കുകയായിരുന്നു. സീനിയർ ഡോക്ടർമാർ പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യരുത്, അങ്ങനെ ഒരു മറുമരുന്ന് ഈ ഒരു അസുഖത്തിന് ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിലും സ്വന്തം തീരുമാനത്തിന്മേലാണ് ആ ഡോക്ടർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതും ബാലചന്ദ്രകുമാറിനെ വളരെ അത്യാവശ്യപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതും. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുന്ന വിവരം പോലും സീനിയർ ഡോക്ടർമാർ അറിഞ്ഞിരുന്നില്ല. ബാലചന്ദ്രകുമാറിനെ ICUവിൽ പ്രവേശിപ്പിച്ച് ഉടനെ തന്നെ ആരോഗ്യം വഷളായി എന്ന് സീനിയർ ഡോക്ടറിനെ അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു അറിയിച്ച വിവരത്തെ തുടർന്നാണ് സീനിയർ ഡോക്ടർമാർ ഈ വിവരം അറിയുന്നത്. അത് കഴിഞ്ഞു ഉടനെ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. വെന്റിലേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലചന്ദ്രകുമാറിന്റെ ജീവൻ തന്നെ പോയിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ദിലീപാണ്, ദിലീപിന്റെ കടുത്ത കൈകളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ തെളിവിന്റെ അഭാവത്തിൽ ദിലീപിന് ഈ കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് കോടതി അറിയിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീടും വാദിഭാഗത്തിന്മേലുള്ള ഒരു ഹർജിയാൽ കോടതി ഇത് ഒന്നുകൂടെ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇന്നു മുതൽ ബാലചന്ദ്രകുമാറിന്റെ മരണം എങ്ങനെ സംഭവിച്ചു, എന്തു കാരണത്താലാണ് ബാലചന്ദ്രകുമാർ അന്തരിച്ചത് എന്നെല്ലാം അന്വേഷിക്കുന്നു. പക്ഷേ അന്ന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഇന്ന് സർവീസിലില്ല. വിദേശ രാജ്യത്ത് അദ്ദേഹം താമസം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ ഒരു ജോലി ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയതെന്നും എന്തുകൊണ്ടാണ് സ്വയമേ ഒരു തീരുമാനമെടുത്ത് ഓപ്പറേഷന് മുതിർന്നതെന്നും പോലീസിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും ഒടുവിലത്തെ അന്വേഷണമാണ് ഇതെന്നും ഇതിലൂടെ പ്രതിയെ കുടുക്കുക എന്ന ബോധമായ ലക്ഷ്യമാണ് പോലീസിനുള്ളതെന്നും എല്ലാവരും വാദിക്കുന്നു. ഏറ്റവും അവസാനമായി ഇതും കൂടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ ഉന്നയിച്ചു വരും, അല്ലെങ്കിൽ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ടാകും. ഇത് വെച്ച് ദിലീപിനെ പൂട്ടാം എന്നാണ് പോലീസിന്റെ ചിന്ത. എന്നാൽ ഏറെക്കുറെ സാക്ഷികളും സാഹചര്യ തെളിവുകളുമെല്ലാം ഇല്ലാതായതോടുകൂടി ഈ ഒരു ഡോക്ടറിന്റെ മൊഴിയാണ് ഏറ്റവും പ്രഗത്ഭം. ഇനി ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തത്, അതോ സ്വയമേ ചെയ്തതാണോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നാലും ഡോക്ടറിന് ശിക്ഷ ഉറപ്പാണ്. ഡോക്ടറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ഒരു സന്നാഹത്തെ തന്നെ നിയമിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ദിലീപിന്റെ സിനിമകൾ ഇറങ്ങുമോ, ദിലീപിന്റെ ജീവിതം എങ്ങനെയാകുമെന്ന് ഈ ഒരു കേസിനെ ആസ്പദമാക്കിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നാലും നടിയെ ആക്രമിക്കപ്പെട്ട കേസ് തീരുന്നില്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു.